നരകം മോശമായ താവളമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. അത് ചീത്തയായ താവളമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. എന്നെ നരകത്തിന്റെ അകലുകാരനാക്കരുതേ റബ്ബേ. ഇച്ചുക്കുമ്മിനാർ, ഒരു ഈത്തപ്പഴത്തിന്റെ കീറ് കൊടുത്തിട്ടെങ്കിലും ആ നരകത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്, റസൂല് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഒരു നരകം അത് വരാനുണ്ട്. നാറുൻ ഹാമിയ, അത്യുഷ്ണമായ തീജ്വാല. അതീവ ചൂടുള്ള ഒരു പകലിൽ ഒരു പാറപ്പുറത്ത് കയറി ഇരിക്കാൻ നമുക്ക് കഴിയില്ല. ആ പാറപ്പുറത്ത് കയറി കിടക്കാൻ നമുക്ക് കഴിയില്ല. ആ പാറ അഗ്നിയിൽ വെച്ച് കത്തിക്കുന്ന നരകം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. എല്ലയോ മനുഷ്യരെ, ഈ പ്രോഫ്കോണിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് പോകുമ്പോ അനുജനോട്, അനുജത്തിയോട്, എളാപ്പയുടെ മക്കളോട്, മൂത്താപ്പയുടെ മക്കളോട് നമുക്ക് പറയാൻ സാധിക്കണം, നരകമുണ്ടെന്ന് പറയാൻ സാധിക്കണം, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണമെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിലോ തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാല ആ നരകത്തിലാണ് ചെല്ലാൻ. അതുകൊണ്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സൂറത്ത് ബഖറയിൽ 201-ാമത്തെ വചനം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പടച്ചോനെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് മനുഷ്യർ ശരിക്കും അധ്വാനം ചെയ്യേണ്ടത്. ആ അധ്വാനമാണ് മനുഷ്യനെ നന്നാക്കുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ الآخرة حسنة وقنا عذاب النار.